ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതി ഉല്ലാസമേ. ഓ എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. ഓ എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. സന്തോഷം ദൈവത്തെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതിനായി ദൈവദാസൻ കുടുംബം, മറ്റെല്ലാ ദൈവവിശ്വാസികൾ, പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലം പുതുതായി പ്രിയപ്പെട്ട മകനെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അതുമാത്രമല്ല, സൂമിലൂടെ വിവിധമായ മാധ്യമങ്ങളുടെ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ നമ്മുടെ സഭകളെയും കർത്താവ് ഈ ദിവസങ്ങളിൽ ഒരു മാറ്റത്തിന് നിദാനമായിരിക്കും ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാൻ ഞാൻ ഈ പാടിയ പാട്ട്, ഹല്ലേലൂയ സ്തോത്രം, ഞാൻ ചുമ്മാ പാടിയതല്ല. ഹല്ലേലൂയ. ഒരു സമയത്ത് ഞാൻ ഇന്ത്യയിൽ നിന്നും UK കടന്നു വന്ന് ഇവിടെ ഏകദേശം 2 വർഷത്തോളമായിട്ട്, 1.5-2 വർഷത്തോളമായിട്ട് പലപ്പോഴും ഏകാന്തയായി നിന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞ് നിലവിളിച്ചു പോയ നിമിഷമുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ കർത്താവിൻ്റെ കൃപ ഇത്രത്തോളം നമ്മെ നടത്തി. ഹല്ലേലൂയ സ്തോത്രം. പ്രാരംഭമായി തന്നെ കർത്താവ് ഞങ്ങൾക്ക്, ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങളുടേതായ വിഷമങ്ങളും പ്രയാസങ്ങളും നന്നായി മനസ്സിലാക്കുന്ന ഒരു ദൈവഭക്തനെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഇടയായി. പ്രിയപ്പെട്ട ദൈവദാസനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പലവിധമാകുന്ന അഡ്വൈസുകൾ, പലവിധമാകുന്ന മാനേജ്മെൻറ്റുകൾ, ഇതൊക്കെയും കർത്താവിൻ്റെ ദാസന് അതതായ സമയങ്ങളിലൊക്കെയും നമുക്ക് നമ്മുടെ കുടുംബത്തേക്കും വേണം. അതുപോലെ ഞങ്ങളുടെ സഹോദരനെ പോലെ നിന്ന് പല കാര്യങ്ങളൊക്കെ ചെയ്യുകയും കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയതായ ചില വിശ്വസ്തതയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ഈ ഹല്ലേലൂയ ദൈവവചനം കേൾക്കുന്ന ആരെങ്കിലും ഇതുപോലെ പ്രയാസത്തിലൂടെ കടന്നുപോയി, ഞാൻ പറയുന്നു, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു വ്യക്തിയെ ഒരുക്കും. പ്രൈസ് ദി ലോർഡ്. ആ വ്യക്തി ഹല്ലേലൂയ ഒരു പ്രതിഫലം ഇച്ഛ കൂടാതെ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നിർത്തുവാനിടയായിത്തീരും. ഹല്ലേലൂയ. പലപ്പോഴും കരയുന്ന സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ നിലവിളിച്ച സാഹചര്യങ്ങളിൽ, കർത്താവ് ഞാൻ തകർന്നു പോയ നിമിഷങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഇതിനകത്ത് കേൾക്കും, ഞാൻ പറയുന്നു, ഇവിടെയുള്ള പലരുടെ അനുഭവം എടുത്തു നോക്കിയാൽ തകർന്നുപോയ സാഹചര്യം, ഇനി അതിനെ രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ഒരു ദൂതനെ പോലെ ചില വ്യക്തികൾ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിത അനുഭവങ്ങളാണ് കർത്താവ് അതുപോലെ ഞങ്ങൾക്കും നൽകിയ ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് സ്തോത്രം. ഞങ്ങളുടെ ഭവനങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. കാരണം ഉള്ള വ്യക്തികൾ, ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന ചില വ്യക്തികൾ കർത്താവ് ഞങ്ങൾക്ക് നൽകി. ആ സഹകരിക്കുന്നവരൊക്കെയും ഞങ്ങളൊരു സഹോദരനെ പോലെ, ഞങ്ങളുടെ ഭവനത്തിലുള്ള ഒരു അല്ലെങ്കിൽ സഹോദരനെ പോലെ, അല്ലെങ്കിൽ അപ്പനെ പോലെ, അല്ലെങ്കിൽ സ്തോത്രം ഭവനത്തിലുള്ള സഹോദരനെ പോലെ ഒക്കെയും കർത്താവ് ഞങ്ങൾക്ക് നൽകി. എല്ലാ നല്ല ബന്ധങ്ങൾക്കായി സ്തോത്രം ഞാൻ പറയുന്നു. ദൈവം ആർക്കും കടക്കാരനല്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പല ഭാഗങ്ങൾ, ഇന്ന് പകൽക്കാലത്തെ മെസ്സേജിൻ്റെ ആധാരം പലപ്പോഴും ദൈവവചനം തന്നെയാണ് നമ്മുടെ ദൈവസഭ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിശ്ചയമായിട്ടും കർത്താവിൻ്റെ ദാസൻ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഹല്ലേലൂയ സ്തോത്രം, പ്രത്യേകിച്ച് പുതുതായിട്ടൊക്കെയും സൂമിലൂടെ പുതിയ വ്യക്തികളെ കടന്നു വന്നിട്ടുണ്ട്. നമുക്ക് അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ഹല്ലേലൂയ സ്തോത്രം ദിവസങ്ങൾ പ്രാർത്ഥിച്ച ഒരു വിഷയം ഞാൻ ഹല്ലേലൂയ സ്തോത്ര ഗ്രൂപ്പിൽ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ തിരുവല്ലയിലുള്ള ASI ജോജോ സാറിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം വളരെ ഞങ്ങളുടെ അമ്മയുള്ള ബന്ധത്തിലൊക്കെ ശക്തമായിട്ട് നല്ല സ്തോത്രം അല്ലെങ്കിൽ നല്ല രീതിയിൽ ബർത്ത്ഡേ ഒക്കെ കൊണ്ടാടുവാൻ, അതുപോലെ അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ വ്യക്തിപരമായ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സാറാണ്.
പ്രിയപ്പെട്ട സാറിന് കഴിഞ്ഞ അല്ലെങ്കിൽ സ്തോത്രം ഒരു 1.5 മാസത്തിന് മുമ്പേ പ്രത്യേകമായ ഒരു കഴല അല്ലെങ്കിൽ ശരീരത്തിൽ കടന്നു വരികയും നേരെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അത് അല്ലെങ്കിൽ സ്തോത്രം അല്ലെങ്കിൽ വേറൊരു രോഗമാണെന്ന് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനിടയായി തീർന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ സ്തോത്രം ഈ വരുന്ന അല്ലെങ്കിൽ സ്തോത്രം ബുധനാഴ്ച അല്ലെങ്കിൽ RCCയിലേക്ക് വേണ്ടി റെഫർ ചെയ്യുവാനിടയായി തീർന്നു. അങ്ങനെ ആയിരുന്നപ്പോൾ തന്നെ വളരെ വേദനയോടെ അല്ലെങ്കിൽ പ്രയാസത്തോടെ പ്രിയപ്പെട്ട സാറ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിളിച്ചു. ഞാനും അല്ലെങ്കിൽ സ്തോത്രം പ്രിയപ്പെട്ട മാതാവും ഒക്കെ പ്രിയപ്പെട്ട സാറിന് ഒരുപാട് ഉപദേശങ്ങൾ അതുപോലെ തന്നെ പല കാര്യങ്ങളും ക്രിസ്തുവിലുള്ളതായ വിശ്വാസമൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുവാനിടയായി തീർന്നു. ചുരുക്കത്തിൽ ഞാൻ പറയട്ടെ, ഞാനിതൊരു ദൈവ മഹത്വത്തിന് കാരണമായിട്ടാണ് ഞാൻ പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ സ്തോത്രം എൻ്റെ അമ്മയും കൂടെയൊക്കെ ബുധനാഴ്ച പോകാമെന്ന് പറഞ്ഞ് കൂടെ RCCയിലേക്കുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി. ആ സമയത്ത് കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട സാറ് ഒരു ടെസ്റ്റ് വന്ന് കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട ഡോക്ടറെ അടുത്ത് റിസൾട്ട് പറഞ്ഞു, ഇതൊരു അല്ലിയ സ്തോത്രം ക്യാൻസറിൻ്റെ ഒരു സാധ്യതയും ഇതിനകത്തില്ല. ഹല്ലേലൂയ സ്തോത്രം ഇത് ഒരു തൈറോയിഡിൻ്റെ ഒരു പ്രശ്നമാണെന്നും തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രശ്നമാണെന്നും അത് പറയുവാനിടയായി തീർന്നു. പ്രാർത്ഥിച്ചല്ല ദൈവസഭയോർത്ത് സ്തോത്രം. ഞാനത് അല്ലെ അത് മാത്രമല്ല, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അദ്ദേഹവും ഇതുപോലെ അല്ലെങ്കിൽ സ്തോത്രം അറ്റാക്കിൻ്റെ പ്രയാസത്താൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കടന്നു വന്നു. വളരെ പ്രയാസത്തിലായിരുന്നു. നമ്മൾ പ്രാർത്ഥിക്കാൻ സഭയോട് പറഞ്ഞു. കർത്താവ് അത്ഭുതകരമായി യാതൊരു പ്രയാസം കൂടാതെ കഴിഞ്ഞ ദിവസം വലിയ ടെസ്റ്റൊക്കെ ശ്രീചിത്രയിലൊക്കെ നടക്കുവാനിടയെങ്കിലും ഒരു പ്രയാസം കൂടാതെ ഒരു ശരീരത്തിൽ ഒരു ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഡ്യൂട്ടിയിൽ പ്രവേശിക്കാനിടയായി തീർന്നു. ഞാൻ വിശ്വസിക്കുന്നു, നമ്മൾ ഇടപെടുന്ന സ്ഥലങ്ങൾ വരെ, ഇടപെടുന്ന വ്യക്തികൾക്ക് വരെ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നു എന്ന് തെളിവാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ ഇതെല്ലാം കർത്താവിൻ്റെ നാമഹത്വത്തിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രയോജനപ്പെട്ടുകൊണ്ടേയിരിക്കണം. നിശ്ചയമായി കർത്താവ് ഈ ദിവസങ്ങളിൽ അനുഗ്രഹിക്കും. അതുപോലെ പ്രിയപ്പെട്ട ദൈവമക്കളോട്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോട് പറയാനുള്ള ഒരു ഉപദേശം കൂടെ പറഞ്ഞിട്ട് എൻ്റെ ദൈവം എൻ്റെ ധ്യാനത്തിൽ പറയുന്നത്, പ്രത്യേകിച്ച് നമ്മൾ ആരാധിക്കുന്ന സമയത്ത് എല്ലാവരും പ്രത്യേകിച്ച് ഒരല്പം കഴിയുമ്പോൾ ആരാധന പാട്ട് നിർത്തുമ്പോൾ നമ്മളെല്ലാവരും മിക്കവാറും കുഞ്ഞുങ്ങളെല്ലാം സൈലൻ്റ് ആവണം. ഈ ദിവസം ഇനി സൈലൻ്റ് ആകരുത്, ആരും സൈലൻ്റ് ആകരുത്. നിങ്ങളുടെ അധരങ്ങളിൽ ഹല്ലേലൂയ പറഞ്ഞിരിക്കണം. ഞാൻ അതുകൊണ്ടാണ് കുറേ നേരം ഇവിടെ ഹല്ലേലൂയ ഉറച്ച് ശബ്ദത്തോടെ ഞാൻ പറഞ്ഞത്. കുഞ്ഞുങ്ങളാരും ദയവായി, നിങ്ങൾ അന്യഭാഷ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഹല്ലേലൂയ പറഞ്ഞിരിക്കണം. ഇവിടെ ദൈവത്തിൻ്റെ സ്തുതി ഈ സഭയ്ക്കകത്ത് വന്നിരിക്കണം. ഇതിവിടെ മാത്രമല്ല, നിങ്ങളുടേതായ ഭവനങ്ങളിൽ കൈയടിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോഴും അവിടെ കൈയടിച്ച് മാതാപിതാക്കൾ അന്യഭാഷയിലാകുമ്പോൾ നിങ്ങളൊരിക്കലും മിണ്ടാതിരിക്കരുത്, ഹല്ലേലൂയ പറഞ്ഞിരിക്കണം. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ദൈവസഭ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അവരെ സ്തുതിക്കുന്നവരായി തീരണം, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി തീരണം. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഞങ്ങളുടെ വീട്ടിലൊരു അറേഞ്ച്മെൻറ്റ് വരുത്തി. എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ ഉടനെ പിടിച്ച് നിർത്തിയിട്ട് പറയും ഹല്ലേലൂയ പറയാൻ പറയും. സ്വന്തം കുറേ നേരം ഇനി ഞാൻ ആ തെറ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് ഹല്ലേലൂയ എന്ന് പറയാൻ പറയും. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, നമുക്ക് അവർക്ക് നൽകാൻ പറ്റുന്ന വേറെ ഒന്നുമില്ല. അവർക്ക് നൽകാൻ പറ്റുന്ന കർത്താവിൻ്റെ നാമഹത്വം അവരുടെ അധരങ്ങളിൽ ചലിപ്പിക്കുവാൻ നമ്മൾ അതിനു വേണ്ടി ഹല്ലേലൂയ അതിനുള്ളൊരു കാലഘട്ടമാണ്. ഈ കാലഘട്ടം തലമുറകൾ തെറ്റിക്കൊണ്ടിരിക്കുന്നു, തലമുറകൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പാസ്റ്റർമാരുടെ മക്കൾ പോലും തകർന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു. പാസ്റ്റർമാരുടെ മക്കൾ അല്ലെങ്കിൽ സ്തോത്രം ഒരു വിശ്വാസിയുടെ ഒരു മകൻ അല്ലെങ്കിൽ വിശ്വാസിയെ വെട്ടിക്കൊന്നു വെള്ളടയിൽ. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ വിവിധമായ വിഷയങ്ങൾ ദൈവസഭയ്ക്ക് നടക്കുമ്പോൾ ഞാൻ പറയുന്നു, ഈ കുഞ്ഞുങ്ങളെ നമ്മൾ പരിശീലിപ്പിക്കണം, സ്തുതിപ്പിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. ഇന്നുപോലെ ദൈവദാസൻ പറഞ്ഞ വചനം ഒന്നുകൂടെ പറയാം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവ് മേലിക്കും. ഇനി ദൈവദാസൻ പറഞ്ഞ ഒരു വാക്യം കൂടെ. ഹല്ലേലൂയ. ബാലസിംഹം ഇര കിട്ടാതെ വിശ്വന്നിരിക്കും, എങ്കിലും യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും ഹല്ലേലൂയ മുടക്കം വരാതെ നമ്മുടെ സഭകളെ ദൈവം മാറ്റി. ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് സ്തോത്രം. ഹല്ലേലൂയ. നാം എല്ലാവരും കാത്തിരിക്കുന്ന കർത്താവിൻ്റെ വരവാണെങ്കിൽ അതുപോലെ നാം കാത്തിരിക്കണം. ഈ ഭൂമിയിലുള്ള ജീവിതത്തിൽ കർത്താവുമായുള്ള ബന്ധം ആഴമായി നമ്മുടെ ജീവിതം കർത്താവിൽ പ്രശംസിക്കുവാൻ ആഗ്രഹിക്കണം. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കടന്നു വന്നതായ വചനത്തിൽ തന്നെ ഒരു വേദഭാഗം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യം ആർക്ക് ശബ്ദമുയർത്തി മൈക്കിലൂടെ വായിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യം ആർക്ക് ശബ്ദമുയർത്തി വായിക്കാം. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദെൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ വായിച്ച് കേൾക്കുവാനിടയായി തീർന്നത്. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ, ഈ ദൈവസഭയുടെ ആരെങ്കിലും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോടൊക്കെ നിങ്ങളുടെ സ്കൂളുകൾ, പ്രത്യേകിച്ച് ഇവിടെയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സ്കൂളുകൾ, കോളേജുകൾ, നിങ്ങൾ എന്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു? അല്ല, എന്തിനാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു? നിങ്ങൾ എന്തിനാണ് ചർച്ചിൽ പോകുന്നത്?
എന്തിനാണ് ഇത്രയും സമയങ്ങളെ സ്പെൻഡ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ധൈര്യത്തോടെ 3 കാര്യങ്ങൾ പറയണം. ഏതൊക്കെയാണ്? കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്ന്, നമ്മൾ ദൈവസന്നിധിയിലും മനുഷ്യ മുമ്പിൽ വിശ്വസ്തയോടെ ജീവിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുന്നത് വിശ്വസ്തയോടെ ഫെയ്ത്ത്ഫുൾ ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ് ആൻഡ് പീപ്പിൾ. ഹല്ലേലൂയ. രണ്ടാമത്തത് കാര്യം എന്ന് പറയുന്നത് എന്താണ്? നാം സ്തുതിക്കുന്നവരായി തീരുവാൻ. സ്തുതിക്കുന്ന ഒരു കൂട്ടം വ്യക്തികൾ, സ്തുതിക്കുന്ന ഒരു കൂട്ടം തലമുറ നമ്മുടെ ദേശങ്ങൾ വെളിപ്പെടുവാൻ. ഹല്ലേലൂയ. സ്തുതിക്കുന്നവരെ. മൂന്നാമത്തെ എന്താണ്? നമ്മുടെ ശരീരം, നമ്മുടെ ജീവിതം, നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ ഭവനം, നമ്മുടേതായ ഹല്ലേലൂയ സഭ എന്തായി തീരണം? ഒരു ഏദെൻ തോട്ടമാകണം. ഈ ഒരു ഏദെൻ തോട്ടമായാൽ ദേശം ഒരു ഏദെൻ തോട്ടമാകും. ഈ ലോകരാജ്യം മുഴുവൻ ഏദെൻ തോട്ടമാകും. ഈ കാലഘട്ടം അങ്ങനെ ദൈവമക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഹല്ലേലൂയ. ഒരു കൂട്ടം ദൈവത്തെ അറിഞ്ഞിട്ടും അറിയാതെ ജീവിക്കുന്ന അനേകം പേരുടെ കള്ളങ്ങളും കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കുന്ന ഈ കാലയളവിൽ ഒരു കൂട്ടം വിശ്വസ്തയോടെ നിൽക്കുന്ന ദൈവഭക്തന്മാരുടെ തലമുറകളെ ദൈവം ദേശത്തിൽ എഴുന്നേൽപ്പിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളുമായി തീരണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ആ അത്യന്ത ലക്ഷ്യത്തോടുകൂടെ നമ്മുടെ ദൈവവചന ധ്യാനങ്ങളെല്ലാം നിശ്ചയമായി ഈ സഭയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഈ ആഴ്ച നടക്കുന്നതായ കർത്താവിൻ്റെ ദാസന്റെ ഹല്ലേലൂയ ഭവന പ്രതിഷ്ഠയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് എത്ര വിശ്വസ്തനാണ്. അല്പനേരം നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അല്പനേരം അധരങ്ങൾ ഉപയോഗിച്ച് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. കഴിവല്ല കർത്താവേ, മിടുക്കല്ല കർത്താവേ. ഹല്ലേലൂയ. നമ്മുടെ ഒരു പ്രശംസകളല്ല, ദൈവത്തിനു വേണ്ടി ജീവിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിൻ്റെ കൃപകളെ ഓർത്തുകൊണ്ട് അല്പനേരം ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. അല്പനേരം നന്ദിയോടെ ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് അങ്ങയുടെ പ്രവൃത്തികൾക്കായി നന്ദി കർത്താവേ. കർത്താവ് നടത്തുന്ന സകല നന്മകൾക്കായി നന്ദി കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. ഹല്ലേലൂയ. പ്രത്യേകിച്ച് കൃപയുടേതായ ഹല്ലേലൂയ സിയോസിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അതിൻ്റെ ആരംഭം കുറിക്കുവാനിടയായി തീർന്നു. ദൈവം ഈ ദിവസങ്ങൾ നമ്മുടെ വിഷയങ്ങൾക്കൊക്കെയും ഒരു ഏദെൻ തോട്ടത്തിൻ്റെ അനുഭവങ്ങളായിരിക്കുകയാണ്. അവർ പറയുന്ന 1 മാസം മുതൽ ഹല്ലേലൂയ 4, 5, 6 മാസം വരെ ആകുമെന്ന് പറയുന്നു. പക്ഷേ ഞാനതിൽ വിശ്വസിക്കുന്നില്ല. കർത്താവ് നമുക്ക് വേണ്ടി എത്രയും വേഗം അതിൻ്റെ സമയത്ത് ദൈവം പ്രവർത്തിക്കുവാനിടയായി തീരും. വിശ്വാസത്തോടെ ദൈവജനം ഈ ദിവസങ്ങളിൽ ചില വിഷയങ്ങൾ ഏറ്റെടുക്കണം. ഹല്ലേലൂയ. ഒരു കാര്യം ഓർക്കണം. ഹല്ലേലൂയ. ചില വിഷയങ്ങൾ ഏറ്റെടുക്കുന്നു പറയുമ്പോൾ നമ്മുടെ വിഷയങ്ങൾ നമ്മൾ തന്നെ പ്രാർത്ഥിക്കണം. ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. നമ്മൾ പഠിച്ചു വന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഏദെൻ തോട്ടമാകണം നമ്മുടെ ജീവിതം, നമ്മുടെ എല്ലാ നിലവാരങ്ങളിലും. ഹല്ലേലൂയ. നമ്മൾ പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച പഠിച്ചതായ ഭാഗത്തിൽ ഒരു വിഷയത്തിൽ ഒരു വിഷയത്തിലേക്ക് കയറി, പ്രാർത്ഥന എന്ന വിഷയത്തെപ്പറ്റി കയറി. ചില വിഷയങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ചിലർ പലവിധമാകുന്ന ചോദ്യങ്ങൾ ഉന്നയിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവജനം ഇന്ന് പലർക്കും അറിയാത്ത വിഷയമാണ് തന്നെ. അത് നിശ്ചയമായിട്ടും അതറിയാത്തത് കൊണ്ട് തന്നെ, അത് നമ്മൾ മനസ്സിലാകാതെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അതിനെപ്പറ്റി ആഴമായി ദൈവവചനപ്രകാരം ഞാൻ പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ച പോയത്. എന്നാൽ ദൈവവചനപ്രകാരം എന്തുകൊണ്ട് നമ്മൾ ചില വിഷയങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല, എങ്ങനെ പ്രാർത്ഥിക്കണം, ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഈ വക വിഷയങ്ങൾ അല്പനേരം ചിന്തിച്ചിട്ട് എൻ്റെ ദൈവവചന ധ്യാനത്തിലേക്ക് ഹല്ലേലൂയ തുടർന്നുള്ളതായ വിഷയത്തിലേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം ഹല്ലേലൂയ സ്തോത്രം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഭാഗം എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന് പറയുമ്പോൾ ആ ദൈവവചനത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്രം എല്ലാ മെസ്സേജും ദയവായിട്ട് കേൾക്കണം. ഒറ്റ വാക്ക് കേട്ട് പിടിച്ച് നിൽക്കരുത്. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ദൈവഹിതപ്രകാരമുള്ള വിഷയങ്ങൾ ഏറ്റെടുത്ത് നാം പ്രാർത്ഥിക്കണം. ഇനി അടുത്തൊരു കാര്യം ഓർക്കണം. ഏത് വിഷയം വേണോ ആർക്ക് വേണോ പ്രാർത്ഥിക്കാം. പക്ഷെ അതുപോലെ ദൈവസന്നിധി സ്തുതിച്ച് മഹത്വപ്പെടുത്തി നമ്മൾ ആ പൊസിഷനിൽ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഏത് വിഷയം ഏറ്റെടുക്കാം. ഒരു വിഷയം വരത്തില്ല, നമുക്ക് പ്രയാസം വരത്തില്ല. അതിനെന്ത് ചെയ്യണം? നമ്മൾ അതുപോലെ പവർഫുൾ ആയിരിക്കണം. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരു പോലീസ് അധികാരി നമുക്ക് ഒത്തിരി പേരുണ്ട്. അല്ലെങ്കിൽ ഒരു സ്റ്റേഷൻ കഴിഞ്ഞ് അപ്പുറത്തെ സ്റ്റേഷനിൽ കയറണമെങ്കിൽ ആ സ്റ്റേഷൻ്റെ അധികാരപ്പെട്ട വ്യക്തി വരണം. ഹല്ലേലൂയ. അതെത്ര പവർഫുള്ളായ മനുഷ്യനായാലും അങ്ങനെയാണ്. പക്ഷെ ഒരു കാര്യം, ഒരു മിലിറ്ററി ഇറങ്ങിയാലോ, സ്വത്രം ഇന്ത്യ നിയമം അനുസരിച്ച് ഇന്ത്യ ഒരു പറഞ്ഞിരിക്കുകയാണ്, ഇന്നതുപോലെ ചെയ്യാൻ വേണ്ടി ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് മിലിറ്ററി ഇറങ്ങിയാലോ അവർ തിരിഞ്ഞും വരും നോക്കത്തില്ല, സൈറ്റ് ഷൂട്ടായിരിക്കും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ
അവർക്കൊരു അധികാരമുണ്ട്. ആ അധികാരം പ്രാപിച്ചിട്ട് എന്ത് വേണം ചെയ്താലും തിരിച്ചവർക്കൊരു ചോദ്യമില്ല. ഇത് തന്നെയാണ് നമുക്ക് അത്രത്തോളം ദൈവസന്നിധി ഉറപ്പും പ്രാഗൽഭ്യവും ഉണ്ടെങ്കിൽ ചില വിഷയങ്ങൾ ഏറ്റെടുത്താലും നമുക്ക് ചില പ്രശ്നങ്ങൾ തിരികെ വരത്തില്ല. പക്ഷേ അല്ലാത്ത ചില വിഷയങ്ങളുണ്ടെങ്കിൽ നിശ്ചയമായി വളരെ സൂക്ഷ്മതയോടെ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കും. നമുക്കറിയാം, ഇന്ന് നിലവിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ ആധാരമായി നിൽക്കുന്ന 4 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, പൊതുവെ നമ്മുടെ വിഷയങ്ങൾ വരുന്ന 4 കാര്യം. ഒന്നാമത്തത്, ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ് നാം പലപ്പോഴും പ്രാർത്ഥിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗസൗഖ്യം, നമ്മുടേതായ വിടുതൽ, നമ്മുടെ ശാരീരികമായ വിവിധമായ വിഷയങ്ങൾ, നമ്മുടെ മരണകരമായ ആപത്തുകൾ, ഇതൊക്കെ എന്താണ്? ആരോഗ്യപരമായ പ്രശ്നങ്ങൾ. 2, സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പരാജയങ്ങൾ, ബിസിനസ്സിൻ്റെ പരാജയങ്ങൾ, അതുപോലെ തന്നെ സാമ്പത്തിക ഉന്നമനമില്ലായ്മ, ഈ വിഷയങ്ങളാണ് നമ്മൾ പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഫാമിലി പ്രോബ്ലംസ് ആണ്, കുടുംബപരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ പൊതുവെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളാണ്, ഫാമിലി പരമായ വിഷയങ്ങൾ. നാലാമത്തെ വിഷയം മെന്റൽ പ്രോബ്ലം, മാനസിക പ്രശ്നങ്ങൾക്ക് വേണ്ടി. ഉദാഹരണം, ഭൂതഗ്രസ്ത പ്രാപിച്ചോട്ടെ, അല്ലാതെ ആയിക്കൊള്ളട്ടെ, മാനസികമായി തകർന്നിരിക്കുന്ന വ്യക്തി വേണ്ടി പ്രാർത്ഥിക്കുന്ന അനുഭവം. ഈ വക 4 വിധമാകുന്ന വിഷയങ്ങൾക്ക് വേണ്ടിയാണ് പൊതുവെ നാം പ്രാർത്ഥിക്കുന്നത്. ഈ 4 വിധ വിഷയങ്ങളുണ്ട്. എന്നാൽ ഇതിൻ്റെ സ്തോത്രം ഇതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ 4 കാര്യങ്ങൾക്കും അതിൻ്റെതായ കാരണമുണ്ട്. കാരണം കണ്ടുപിടിച്ച് എന്ത് ചെയ്യണം? ട്രീറ്റ് ചെയ്യണം. കാരണം കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യണം. ഞങ്ങളുടെ ഒരു മനുഷ്യൻ എപ്പോഴും പനിയായിരുന്നു. മിക്കവാറും പനി വരുമ്പോൾ ഡോക്ടറെ അടുത്ത് പോകും. ആ ഡോക്ടർ ഒരു പാരസെറ്റമോൾ കൊടുക്കും. ഇങ്ങനെ നിരന്തരമായി 8, 9, 10 എല്ലാ ആഴ്ചകളിലും പനിയായിട്ട് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ നിരന്തരമായി വന്നപ്പോൾ സ്തോത്രം കുറേ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഡോക്ടർ നോക്കിയപ്പോൾ 10, 11 ആഴ്ച കഴിഞ്ഞ് അടുത്ത ആഴ്ചയിൽ ഇദ്ദേഹത്തെ കണ്ടില്ല. അദ്ദേഹം ഡോക്ടർ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അയാൾ മരിച്ചുപോയി. കാരണം നോക്കിയപ്പോൾ ഒരു കാര്യം ഓർക്കണം, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം പനിയല്ലായിരുന്നു. യഥാർത്ഥ പ്രശ്നം തൻ്റെ ഉള്ളിലുള്ള 80% ക്യാൻസർ സെല്ലുകൾ പടർന്നിരുന്ന അനുഭവമായിരുന്നു തൻ്റെ മേലുണ്ടായിരുന്ന പ്രശ്നം. പക്ഷേ ആ പ്രശ്നത്തിന് പരിഹാരം പാരസെറ്റമോൾ അല്ല. അതെന്ത് ചെയ്യണം? അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമായിരുന്നു. ഒരു പ്രാവശ്യം രണ്ടാമത്തെ വരുമ്പോൾ ഡോക്ടർ കണ്ടുപിടിക്കണമായിരുന്നു. പക്ഷേ അവർക്ക് കഴിഞ്ഞില്ല. അവസാനം അതിലൊന്നും രക്ഷപ്പെടുത്തുവാൻ, അത് അല്പനേരത്തെ ആശ്വാസത്തിന് കാരണമായി. പക്ഷേ അകമേയുള്ള ഒരു വിഷയത്തിന് പരിഹാരം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഉള്ളിലുള്ള ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ചിലപ്പോൾ അതിനകത്ത് ചില മാറ്റങ്ങൾ സംഭവിക്കാം. അപ്പോഴത്തേക്കുള്ള ചില വിഷയത്തിന് പരിഹാരം കണ്ടേക്കാം. പക്ഷേ അതിൽ പൂർണ്ണമായി വിടുതൽ കാണണമെങ്കിൽ അകമേയുള്ള ചില വിഷയത്തിന് കാരണം കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യണം. ദൈവവചനം അങ്ങനെയുണ്ടോ? ഉണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. യെശയ്യാവിന്റെ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 7 വരെയുള്ള വേദഭാഗം വായിക്കും. മൈക്കിലൂടെ പറ്റുമെങ്കിൽ വായിക്കണം. നമ്മൾ സ്തോത്രം ആ ഒരു വേദഭാഗത്ത് വരുമ്പോൾ യെശയ്യാവിന്റെ പ്രവചനം 1-ാം അധ്യായം 4 മുതൽ 7 വരെ. അയ്യോ പാപമുള്ള ജാതി. ഇവിടെ യെശയ്യാ പ്രവാചകൻ പാപിയായ മനുഷ്യരെ കുറ്റി പറയുകയാണ്. അകൃത്യഭാരം ചുമക്കുന്ന ജനം. ഇവിടെ ശ്രദ്ധ, ഇവിടെ മാനുഷികമായ ഒരു ചിന്തയിലേക്ക് പോകരുത്. അകൃത്യഭാരം ചുമക്കുന്ന ഒരു കൂട്ടം ജനത്തെ പറ്റിയാ പറയുന്നത്. അടുത്ത വാക്യം. ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. അവർ, അതായത് ദൈവത്തെ ആരാധിച്ചിരുന്നവർ, ദൈവത്തെ സ്തുതിച്ചിരുന്നവർ, അവരെന്ത് ചെയ്യാണ്? ദൈവത്തിന്റെ സാന്നിധ്യം വിട്ട് നിരസിച്ച് എന്ത് ചെയ്യാണ്? ബാക്കിലോട്ട് പോയിരിക്കുകയാണ്. ഇനി നിങ്ങളെ അടിച്ചിട്ടെന്ത്? അവരോട് കർത്താവ് ചോദിക്കുന്ന ചോദ്യമാണ്, ഇനി അവരെ അടിച്ചിട്ട് എന്ത്? നിങ്ങൾ അധികം പിൻപാറുകയുള്ളൂ. ശ്രദ്ധയോടെ കേൾക്കണം. യഥാർത്ഥത്തിലെ അകൃത്യത്തിൽ നിന്ന് പുറത്തു വരണം. കർത്താവിന് ഒരുപാട് അടി കിട്ടുന്നുണ്ട്. പക്ഷേ അടി കിട്ടിയിട്ട് പറയുകയാണ്, ഇനി അവരെ അടിച്ചിട്ട് കാര്യം എന്താ? ദൈവം ഒരുപാട് അടി തരും. ഒരുപാട് അടി കൊടുത്തിട്ട് മനസ്സിലാകുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവവചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും പരിശുദ്ധാത്മാവ് പ്രാരംഭത്തിൽ പരിശുദ്ധ പറയുന്ന ആലോചന എന്നറിയാമോ? കർത്താവ് ചില അടികൾ തരുമ്പോൾ, ചില ബാലശിക്ഷ തരുമ്പോൾ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ തിരിച്ചറിയാതെ പോയാൽ ദൈവം പറയുന്നു,
ഇനി അവരെ അടിച്ചിട്ട് ഒരു പ്രയോജനമില്ല. ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ തിരിയരുത്. കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ ദൂതുകൾ കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം നമ്മോട് തന്നെ ദൂതുകളായി വെളിപ്പെടുമ്പോൾ ഹൃദയത്തിനകത്ത് അതിൽ നിന്നൊരു മാറ്റം സംഭവിക്കണമെന്ന് പലപ്പോഴും നമ്മളോട് ആലോചന പറയുമ്പോഴും ആഗ്രഹമുണ്ടെങ്കിലും ഒരല്പം കഴിയുമ്പോൾ പിന്നെയും അതിലപ്പുറമായി പോകുന്ന വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ആലോചന പറയുന്നു. നിങ്ങളെ ഓർത്തു ദൈവം പറയുന്നു, ഇനി അവരെ അടിച്ചിട്ട് ഒരു കാര്യവുമില്ല. ചില വിശ്വാസികൾ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തോടുള്ള ഭയം നഷ്ടപ്പെട്ടു. ആ ദൈവവചനം വേറൊരു വചനം എന്താ പറയുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ നിന്നെ പോലെ ഉള്ള ഒരു മനുഷ്യനാണെന്ന്. നീ എത്ര പാപം ചെയ്തിട്ടും, നീ എത്ര ഹല്ലേലൂയ ജീവിതത്തിൽ ക്ലേശങ്ങൾ അനുഭവിച്ചാലും അതിൽ തിരിച്ചറിയാൻ നീ അതിൽ തന്നെ പോകുമ്പോൾ നിന്നെ പോലെ ഒരു മനുഷ്യനെ നീ നിരൂപിക്കരുത്. പകൽക്കാലം ഈ ദിവസങ്ങളിലൊക്കെയും ദൈവത്തിന്റെ ദാസനും ഈ ദൈവദാസന്മാരൊക്കെയും പറയുന്ന ഒരേ ഒരു കാര്യം, ദൈവസന്നിധി വിശ്വസ്തയോടെ ജീവിക്കാൻ പറയുന്ന ഒരു കാരണം, എൻ്റെ കർത്താവ് സ്നേഹവാനായ ദൈവത്തിനോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ചില ന്യായവിധിയുടെ കരങ്ങൾ കുടുംബങ്ങളുടെ വെളിപ്പെടുവാൻ നാം അനുവദിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അധരങ്ങളെ സൂക്ഷിക്കുവാൻ, നമ്മുടെ കണ്ണുകളെ സൂക്ഷിക്കുവാൻ, നമ്മുടെ ജീവിത നിലവാരങ്ങൾ സൂക്ഷിക്കുവാൻ, നമ്മുടേതായ യാത്രകളെ സൂക്ഷിക്കുവാൻ, നമ്മുടെ അധരങ്ങൾ കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ആലോചന തരുമ്പോൾ അത് ദൈവസന്നിധി ഏറ്റെടുത്ത് ഈ ദിവസങ്ങൾ പക, പിണക്കം, ജാരസംഘ, ക്രോധം, ദ്വന്ദ്വവശം സകലം വിട്ടുമാറി ദൈവസന്നിധി തിരിച്ചറി വരാതെ ഇരിക്കും ദൈവജനത്തോട് ദൈവം പറയുന്നു, അവരെ അടിച്ചിട്ട് ഒരു പ്രയോജനമില്ല. പകൽക്കാലം അങ്ങനെ ദൈവം നിന്നെ കുറിച്ച് എഴുതി വെക്കരുത്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളിൽ അങ്ങനെ ആയിപ്പോ ഇന്ന് പകൽക്കാലം പറ, കർത്താവേ എനിക്കതിന് കഴിയത്തില്ലെന്ന് പറഞ്ഞാൽ എനിക്കത് കഴിയണം. ഹല്ലേലൂയ. പലപ്പോഴും ചിലരോടൊക്കെ പറയും ഇന്നതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. സാറ് നിലവിളിച്ച എത്രയോ അനുഭവങ്ങൾ ഈ 10-24 വർഷത്തിനിടയിൽ, എൻ്റെ ശുശ്രൂഷ തുടങ്ങിയിട്ട് ഏകദേശം 20-24 വർഷത്തോളമായി. ഇതിനകത്ത് ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേര് നിലവിളിച്ചവർ പേരെ. ഹല്ലേലൂയ. ഇന്നിരിക്കുന്ന ഞാൻ ചിന്തിച്ചു, ഹല്ലേലൂയ, സ്തോത്രം. പലരെയും ഞാൻ ഈ ദിവസങ്ങൾ ഇടപെട്ടും ചിന്തിച്ചു, വലിയ പൊസിഷൻ നിൽക്കുന്ന ആൾക്കാർ പോലും ഹല്ലേലൂയ ഒരു ചുരുങ്ങിയ നിമിഷം കൊണ്ട്, നിസ്സാരമായ ഒരൊറ്റ നിമിഷം കൊണ്ട് പരാജയപ്പെട്ടു പോയി, നിരാശരായി പോയി. ഇനി അതിനകത്ത് രക്ഷയില്ലെന്ന് തോന്നി. നമ്മൾ എത്ര തന്നെ ഉന്നതനായാലും ദൈവം ഒരു നിമിഷം വിചാരിച്ചാൽ സകലതും കീഴ്പ്പെടുവാനിടയായി തീരും. ദൈവവചനം എടുത്ത് പറയുന്നു, വായിക്കാം. അതിനകത്ത് എത്ര അടിച്ചിട്ട് കാര്യമില്ല. അടുത്ത വാക്യം. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അപ്പൊ ഇവരുടെ അവശ്യം എന്താണ്? അവരുടെ രോഗം, അവരുടെ തല മുഴുവൻ എന്താണ്? ദീനവും ഹൃദയം മുഴുവന് രോഗവും പിടിച്ചിരിക്കുന്നു. ഇതെന്താണ് രോഗം, ദീനം എന്ന് പറഞ്ഞാൽ? ശാരീരികമായ രോഗമല്ല. ആദ്യം വായിച്ചെന്തുവാണ്? അവരുടെ അകൃത്യം നിറഞ്ഞിരിക്കുന്നു. അകൃത്യം, പാപം. ഇത് ലോകജാതിക്കാരോട് പറയുന്നതിനോടൊപ്പം തന്നെ ദൈവസഭയോടുള്ള ആലോചന പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീക ഫലങ്ങൾ ഉളവാകുവാൻ കഴിയാത്ത അനുഭവമാണെങ്കിൽ ദൈവം താങ്കളോടുള്ള ബന്ധത്തിൽ പറയുന്ന ആലോചന തന്നെയാണ്. ഇത് മറ്റുള്ളവരോടുള്ള ആലോചനയല്ല. ഇന്ന് പകൽക്കാല ഏറ്റെടുത്ത കർത്താവേ, ഇത് എന്നോടുള്ള ദൂതാണ്. ആത്മാവിന്റെ ഫലം സ്നേഹം, സ്നേഹിക്കുവാൻ കഴിയാതെ, സന്തോഷിക്കുവാൻ കഴിയാതെ, സമാധാനം അനുഭവിക്കാൻ കഴിയാതെ, അസൂയയും പകയും പിണക്കവും ജാരസംഘയും ക്രോധവും ദ്വന്ദ്വവശവും ജീവിതത്തിൽ വിട്ടുകളയാൻ കഴിയാതെ ജാതികളെ പോലെയുള്ള സ്വഭാവം നമ്മളെ കടന്നു വരുന്നെങ്കിൽ ഇവിടെ പറയുന്നു, അവന്റെ തലമേൽ മുഴുവൻ ദീനവും അവരുടെ ഹൃദയം മുഴുവൻ എന്തുവാണ്? രോഗവും പിടിച്ചിരിക്കുന്നു. ആത്മീക രോഗം പിടിച്ചിരിക്കുന്നു. അടുത്ത വാക്യം. അടിതൊട്ട് മുടിവരെ ഒരു സുഖവുമില്ല. ശ്രദ്ധയോടെ കേൾക്കണം. പാപം ഉള്ളിൽ വന്നാൽ അവൻ ആത്മീകത്തിൽ പുറത്തു വരാൻ കഴിയാത്ത വിധത്തിൽ അടി മുതൽ അതിന്റെ പാദം വരെ മുഴുവൻ അവർ രോഗം പോലെ ആയിത്തീരുവാനിടയായിത്തീരും. അടുത്ത വാക്യം.
മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. മുറിവും ചതവും പഴുത്ത എന്താണ് വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല. ശ്രദ്ധയോടെ ഇവിടെയാണ് നമ്മുടെ വിഷയം. ഇവിടെ അതിനകത്തൊരു ട്രീറ്റ്മെന്റ് പുറമേ അല്ല ആവശ്യം. ഇവിടെ തല മുഴുവൻ ദീനവും ഹൃദയം മുഴുവൻ രോഗവുമായിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പുറമേ പോയിട്ട് ചെന്ന് ലേപനം പുരത്തി എണ്ണ പൂശി അല്ല പ്രാർത്ഥിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നു ഞെക്കിക്കളയണം. അതിന്റെ അർത്ഥം എന്നാ? പരുവന്ന് ഹോസ്പിറ്റലിൽ പോയവരുണ്ടോ? പരുവന്ന് ഹോസ്പിറ്റലിൽ പോയാൽ ആ പരു വളർന്നു പോയാൽ ചിലതൊക്കെ നിസ്സാരം എടുത്ത് കളയാം. പക്ഷെ ചില പരുവുണ്ടല്ലോ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും. ഡോക്ടർമാരടുത്ത് പറയും ഇതിന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയും. ചിലർ പറയും പറ്റത്തില്ല, കാരണം ഈ പേടിയാ. അത് അവസാനം എന്ത് ചെയ്യും? വലിയ ഗുരുവാകും. ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ഭാഗം ഇവിടെ വ്യക്തമായി കഴിഞ്ഞു. ഇവിടെ നടക്കേണ്ട ചികിത്സ പുറമേ ലേപനം പുരട്ടി, പുറമേ ഒരു ചികിത്സ ചെയ്ത്, ഒരു എണ്ണ പൂശി അവിടെ നിൽക്കുന്നൊരു പ്രാർത്ഥനയല്ല അവിടെ ആവശ്യം. അവിടെ പറയുന്നു അവരുടെ മുറിവിനകത്തുള്ള ചില പഴുപ്പുണ്ടല്ലോ, അത് അകമേ പുറമേയുള്ളൊരു മനുഷ്യൻ, വ്യക്തിപരമായ ഒരു ആത്മീക മനുഷ്യൻ കണ്ടിട്ടു വേണം. അതിനകത്തുള്ള പുറത്തുള്ളതിനെ കണ്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും പോകരുത്. പുറമേ ചില കാണുന്ന പ്രശ്നങ്ങൾക്ക് കാരണം എന്താണെന്ന് മനസ്സിലാക്കി ഉള്ളിലുള്ള മുറിവിനെ, അതിൻ്റെ പഴുപ്പിനെ പുറത്തു കളയണം. അകൃത്യമെന്ന പാപമെന്ന ഈ പഴുപ്പ് അകത്തുള്ളോടത്തോളം പല പ്രശ്നത്തിനും കാരണമായിക്കൊണ്ടിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ പുറത്തു പോയിട്ട് വേദന സംഹാരികളായ ചില മെഡിസിൻ കൊടുക്കാം, വേദന മാറും. വേണമെങ്കിൽ നല്ല മുറിവെണ്ണ പോലെയുള്ള, ഞരമ്പെണ്ണ പോലെയുള്ള എണ്ണകൾ പുരട്ടാം. ഒരു വൈദ്യൻ്റെ അടുത്ത് പോയാൽ അതേ ചെയ്യത്തുള്ളൂ. പക്ഷെ നല്ലൊരു സർജറി ചെയ്യുന്ന ഡോക്ടറെ അടുത്ത് പോയാലുണ്ടല്ലോ, അതിനെ മനസ്സിലാക്കി സ്കാൻ ചെയ്യാൻ പറയും. ദൈവമക്കളുടെ നടക്കണം. എല്ലാ വിഷയങ്ങളും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കരുത്. താങ്കൾ നിശ്ചയമായിട്ട് പറയുന്നു അതിനൊന്ന് സ്കാൻ ചെയ്യണം. അതിന് കഴിവില്ലെങ്കിൽ ദൈവത്തോട് പറയണം, കർത്താവേ അതിൻ്റെ ഒരു വിവേചന ബുദ്ധി എനിക്ക് നൽകണം. ദൈവസഭ ഇങ്ങനെ ശാപഗ്രസ്തമാകരുത്. പലവിധമാകുന്ന വിഷയങ്ങൾ ഏറ്റെടുത്ത് ഇങ്ങനെ ദൈവം അടിച്ചിട്ടും ദൈവം പറയുന്നു അവനെ ഇനി അടിച്ചിട്ട് കാര്യമില്ല. കാരണം അകൃത്യം മുഴുവൻ ഉള്ളിലുണ്ട്. അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? ഇവിടെ പറയുന്ന അടുത്ത വാക്യം കൂടെ വായിച്ചേ. വച്ചു കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. നിങ്ങളുടെ ദേശം ശൂന്യമായി, നിങ്ങളുടെ പട്ടണങ്ങൾ തീക്കിരയായി. നിങ്ങൾ കാണുക അന്യജാതിക്കാർ നിങ്ങളുടെ നാട് തിന്നുകളഞ്ഞു. മതി, ശ്രദ്ധയോടെ കേൾക്കണം. തിന്നുകളയുന്നു. ഇത്രയും വേദഭാഗം വായിച്ചപ്പോൾ ഓർത്തോ, നമ്മളെല്ലാ വിഷയം പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? എന്താ യഥാർത്ഥം നടക്കേണ്ടത്? ഒരു ട്രീറ്റ്മെന്റ് നടക്കണം. ആദ്യം നിങ്ങൾ ഏത് വിഷയം ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ ഒരു വിഷയം നിങ്ങളുടെ കയ്യിൽ വന്നാൽ നിങ്ങൾക്ക് പൂർണ്ണമായി അതിനെ ഏറ്റെടുക്കാൻ പറ്റിയ വ്യക്തികൾ ആരൊക്കെയെന്നറിയാം? ഒന്ന്, നിങ്ങളുടെ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിൽ ഉള്ളവർക്ക് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. അതെന്ത് വിഷയം വന്നാലും നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ സഭയിലുള്ളിലുള്ള ഒരേ ആത്മാവിൽ നിൽക്കുന്നവർക്ക് വേണ്ടി, ഒരേ ആത്മാവിൽ എന്ന് പറഞ്ഞാൽ അനുസരിക്കുമെന്നും അവർ ദൈവവചനം കേൾക്കുന്നു എന്നും ദൈവവചനം ധ്യാനിക്കുന്ന വ്യക്തിയാണെന്ന് വ്യക്തമായി നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ആ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ ദൈവം അടിച്ചിട്ട ചില വിഷയത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കാൻ വേണ്ടി പോയാൽ നമ്മുടെ മേലൊരു പക്ഷേ അഭിഷേകം അത്രത്തോളം ആ ലെവലിലുണ്ടെങ്കിൽ നമുക്ക് ചില പ്രശ്നങ്ങൾ കടന്നു വരില്ലേക്കാം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, അത് അവർക്കൊരു ശാശ്വത പരിഹാരമല്ല. അത് നിങ്ങൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായി ഭവിക്കുവാനിടയായി തീരും. അതുകൊണ്ട് നിങ്ങളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവസഭയുള്ള വിശ്വാസികൾ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം പറയേണ്ടത്, ഞങ്ങൾക്കൊരു സഭയിലുള്ള ദൈവദാസനുണ്ട്, ആ ദൈവദാസൻ്റെ കരങ്ങൾ ദൈവാലയത്തിൽ വരാൻ വേണ്ടി പറയണം. നമ്മൾ കൊട്ടേഷൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കരുത്. നമ്മൾ വിഷയങ്ങൾ പ്രാർത്ഥിക്കാം, അത്രത്തോളം പ്രാഗൽഭ്യം വേണം. പൗലോസ് അപ്പോസ്തലൻ എന്താണ് പറഞ്ഞത്? വായിച്ചൊരു ഭാഗം, അവിടെ പറയുന്നൊരു ഭാഗം, ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ
പ്രാഗൽഭ്യത്തോടെ എഴുന്നേറ്റ് നിന്ന് പ്രസ്താവിക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ജീവിതത്തെയും എൻ്റെ നാവിനെ ബലപ്പെടുത്തണേ, പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞാൽ ഇത്രയും അധികം 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ് പോലും പലരുടെയും പ്രാർത്ഥന ആവശ്യപ്പെട്ടെങ്കിൽ ഈ ലോക ജീവിതത്തിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ അത്രത്തോളം ദൈവസന്നി വില കൊടുത്തിട്ട് വേണം ചില വിഷയങ്ങൾ കണ്ട് ഇടപെടുവാൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഓർക്കണം, അങ്ങനെ ഉള്ളതിന് എന്ത് ചെയ്യണം? ആദ്യം അവിടെ പുറത്തുള്ള ലേപനമല്ല, ട്രീറ്റ്മെൻ്റാണ് ആവശ്യം. എല്ലാ വിഷയങ്ങളും ദൈവസഭ ഏറ്റെടുത്ത് ഗൗരവമുള്ളവരായിരിക്കണം, ഘനശാലികളായിരിക്കണം. ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ ഇതറിയാതെ നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിച്ചു പോയാൽ ഇത് ഓർക്കണം, ദൈവം അടിച്ചിട്ട് ശരിയാവാത്തവനെ നമ്മളെടുത്തിട്ട് എത്ര തന്നെ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ അതിന് പരിഹാരമില്ല. അതിന് ആദ്യം എന്ത് ചെയ്യണം? അവരുടെ മാനസാന്തരത്തിനെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു കാര്യം, അല്പം വളരെ ശോകമായി കേൾക്കേണ്ടി വരുമെങ്കിൽ ദൈവസഭ തിരിച്ചറിഞ്ഞേ പറ്റൂ. ദൈവസഭ തിരിച്ചറിയണം. അവരുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കാം. ഏത് വ്യക്തിയുടെ മാനസാന്തരം നമുക്ക് പ്രാർത്ഥിക്കാം, സുവിശേഷം പറയാം. അത് ദൈവം നമുക്ക് അധികാരവും ദൈവത്തിന്റെ കൽപ്പിതമായിട്ടുള്ള ഒരധികാരം നമ്മളെ പകർന്നിട്ടുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. എന്താ അധികാരം? വായിക്കണ്ട, മത്തായി 28 ലാസ്റ്റ് കമാൻഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്താ പറയുന്നത്? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഇതൊരു വ്യക്തിയോടല്ല, അവിടെയുള്ള ശിഷ്യന്മാരോട്, ലോകത്തോട് പറയുന്ന ഒരു കാര്യമാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് പ്രമാണിപ്പത്തക്കവരുടെ സകല ജാതികളെയും ശിഷ്യരായിക്കൊള്ളുവിൻ, ശിഷ്യരായിക്കൊള്ളുവിൻ. ഞാനോ ലോക അവസാനത്തോളം നിങ്ങളോടൊപ്പമുണ്ട്. ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്തം ഉള്ളോർത്തങ്ങ് സുവിശേഷം നിങ്ങൾക്ക് പറയാം. സുവിശേഷം ദൈവസാലയത്തിൽ കൊണ്ടുവരാം. വിഷയങ്ങൾ കണ്ട് പ്രാർത്ഥിക്കരുത്. ദൈവാലോചന പ്രകാരം എടുക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഇനി ഒരു കാര്യം കൂടെ, ഈ 4 കാര്യങ്ങളാണ് പറയുന്നത്. 1 ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, 2 സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ, 3-ാമത്തത് ഫാമിലി പ്രോബ്ലംസ്, 4-ാമത്തത് മെൻ്റൽ പ്രോബ്ലംസ്. ഇത്രയും പ്രോബ്ലംസിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇതിനകത്തുള്ള ചില കാരണങ്ങൾ വേദപുസ്തക പ്രകാരം ഇതിന് ഈ 4 കാര്യങ്ങൾക്ക് ചില കാരണങ്ങളുണ്ട്. അതിന് കാരണങ്ങളാണ്. 1-ാമത്തെ കാര്യം എന്ന് പറയും, നമ്മൾ ചില വാക്യങ്ങളൊന്നും പറയാൻ ഞാൻ മുമ്പോട്ട് വേണം, സമയം നമ്മുടെ മുമ്പിലില്ലല്ലോ. 1-ാമത്തെ കാര്യം സൂക്ഷ്മതയില്ലായ്മ. ശ്രദ്ധയോടെ കേൾക്കണം. ഇത് ദൈവത്തെ അറിയാത്തവർക്ക് മാത്രമല്ല, അറിയുന്നവർക്കും കൂടെയാണ്. ദൈവസഭ അറിയേണ്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മതയില്ലായ്മ വന്നാൽ നമ്മുടെ ജീവിതത്തിൽ പല പരാജയങ്ങളും സംഭവിക്കും. സൂക്ഷ്മതയില്ലായ്മ. 1-ാമത്തെ കാര്യം, സ്വപ്നങ്ങളും ദർശനങ്ങളും, ദൈവം തന്ന സ്വപ്നങ്ങളും ദർശനങ്ങളും പരസ്യമാക്കരുത്. ദൈവം ഒരു ദർശനം തന്നാൽ, ദൈവം ഒരു സ്വപ്നം തന്നാൽ ഒരു വ്യക്തിയോട് ഒരു ഷെയർ ചെയ്തെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അത് ഹൃദയത്തിനകത്തിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം ആ ദർശനത്തിന് വേണ്ടി. ദൈവവചനം പറയുന്നു, ദർശനത്തിനായി കാത്തിരിക്കുക, അതിൻ്റെ സമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു, വൈകിയാലും തെറ്റുകയില്ല, സംഭവിക്കുക തന്നെ ചെയ്യും. ദൈവം നമുക്ക് നൽകിയ സ്വപ്നങ്ങൾ, ദൈവം നമുക്ക് ദർശനങ്ങൾ മറ്റുള്ളവർ ഷെയർ ചെയ്യരുത്. ഷെയർ ചെയ്താൽ അത് സൂക്ഷ്മത കുറവായി നമ്മുടെ ജീവിതത്തിൽ ഭവിക്കും. അല്പം ലേറ്റായി ചിലപ്പോൾ പോകേണ്ടി വരും. 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നെഞ്ചരിപ്പിന് ശക്തികളെ ഉണ്ടാക്കിയെടുക്കരുത്. 1 സൂക്ഷ്മതയില്ലായ്മ, 2 നെഞ്ചിരിപ്പിന് ശക്തികൾ. എന്തോന്നറിയാമോ? നിങ്ങളൊരു കാര്യം ഓർക്കണം, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അസാധാരണമായ ശക്തിയുള്ളൊരു വ്യക്തിയാണ്. നിങ്ങൾ വിചാരിക്കരുത് എല്ലാവരും നമ്മുടെ നന്മകൾ ആഗ്രഹിക്കുന്നവരെന്ന് ചിന്തിക്കരുത്. നമ്മുടെ എല്ലാ വിഷയങ്ങളും ഷെയർ ചെയ്യരുത്. നമ്മുടെ രഹസ്യമായ കാര്യങ്ങൾ പരസ്യമാക്കരുത്. ചില പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥിക്കേണ്ടവരോട് മാത്രം പ്രാർത്ഥിക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നെഞ്ചരിപ്പിന് ശക്തികൾ ഉണ്ടാക്കിയെടുക്കരുത്. നമ്മുടെ ജീവിതത്തിലുള്ള പല നന്മകൾ എൻ്റെ ഒരു പ്രശ്നങ്ങളായിരുന്നു. ഞാൻ ഏത് വന്നാലും സ്റ്റേറ്റസ് ഇടുമായിരുന്നു. ദൈവാത്മാവ് പറഞ്ഞു ഇടരുതെന്ന് പറഞ്ഞു. സ്തോത്രം, സ്തോത്രം. ചിലതൊക്കെ ഇടാം. ദൈവം തന്ന ഭവനങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ചില കാര്യങ്ങൾ നമ്മുടെ മേൽ പൊതുവായ കാര്യമില്ല, ഇതൊക്കെ ഒരു പൊതുവായ ദൈവം തന്നതാണല്ലോ. ഞാൻ പറഞ്ഞ അല്ലാത്ത ചില നന്മകൾ ദൈവം തരുമ്പോൾ, ദൈവം ചില നമ്മുടെ തലമുറകൾക്കകത്ത് ചില മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ, ദൈവം ചില പ്രത്യേകമായ അനുഭവങ്ങൾ നമ്മൾ തരുമ്പോൾ, അത് സ്റ്റാറ്റസ് ആയിട്ട് മറ്റുള്ള മുമ്പിൽ നെഞ്ചരിപ്പിന് ശക്തികൾ ഉണ്ടാക്കിയെടുക്കരുത്. ദൈവസഭ തിരിച്ചറിയേണ്ട കാര്യമാണ്. എന്ത് ചെയ്യരുത്? അങ്ങനെയുള്ള നമ്മളായിട്ട് ചിലർ ഉണ്ടാക്കിയെടുക്കരുത്. നമ്മളൊരു വിഷയത്തിനകത്ത് വിജയം വന്നാൽ
ദൈവനാമഹത്വത്തിന് വേണ്ടി സുവിശേഷം പറയുവാൻ, വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ ദൈവാത്മാവ് ഒരു പ്രേരണ നൽകിയാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അല്ലാതെ ദൈവാത്മാവിൻ്റെ ഹിതപ്രകാരത്തോടുകൂടെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുവാൻ നാം പഠിക്കണം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ദൈവദാസനോട് ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ദൈവദാസൻ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരുവാനിടയിൽ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ദൈവദാസനെ. നമ്മളൊക്കെയും പരസ്യമായി, പ്രത്യേകിച്ച് ഞാൻ നാട്ടിലായിരുന്നു, സോഷ്യൽ ജസ്റ്റിസ് വിജിലൻസിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാമൂഹ്യമായ പ്രവർത്തനങ്ങൾ, പല കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ്. പൊതുവായിട്ട് ഏത് കാര്യവും ഒരു വിഷയം എന്ന ചാടിക്കയറി ചെയ്യുമായിരുന്നു. ഇതൊക്കെയും അത് അരുതെന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ദൈവദാസനോട് കേൾക്കുവാനിടയായത് എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിട്ടുണ്ട്, ഒത്തിരി നന്മയായിട്ടുണ്ട്. സ്തോത്രം. ഞാൻ പറയുന്നു അതെൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായതുകൊണ്ട് പറയും. നിങ്ങളോട് ഞാൻ പറയും, ദയവായി എല്ലാ വിഷയങ്ങളും ചാടിക്കയറി നമ്മൾ ചെയ്യരുത്. എല്ലാ വിഷയങ്ങളും നമ്മളിങ്ങനെ നെഞ്ചരിപ്പിൻ ശക്തികൾ ഉണ്ടാക്കിയെടുക്കരുത്. ഒരു വിഷയം വന്നാൽ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു സഹായം ആവശ്യം വേണ്ടി വന്നാൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുത്. അടുത്ത ഭാഗം എന്ന് പറയുന്നത് ശരീരത്തെ സൂക്ഷിക്കാത്തതിന് കാരണം. അപ്പം 3 കാര്യമാണ് സൂക്ഷ്മതയില്ലായ്മ. 1, സ്വന്തം സ്വപ്നങ്ങളും ദർശനങ്ങളും മറ്റുള്ളവരോട് പറയരുത്. 2, നെഞ്ചരിപ്പിൻ ശക്തികൾ ഉണ്ടാക്കിയെടുക്കരുത്. 3-ാമത്തെ ഭാഗം ശരീരത്തെ സൂക്ഷിക്കണം. കാരണം എന്താ? ദൈവവചനം പറയുന്നു, ഈ നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ഈ മന്ദിരത്തെ നശിപ്പിക്കുന്നവരെ ഞാൻ എന്ത് ചെയ്യും? നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ദൈവം സൂക്ഷിക്കണം. നമ്മുടെ ആഹാരങ്ങളിൽ സൂക്ഷിക്കണം. വാരി വലിച്ച് കഴിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ ദയവായി നിങ്ങളതിനൊക്കെ ഒരു നല്ലൊരു കൺട്രോൾ ഇട്ട് ആവശ്യമായ കാര്യങ്ങൾ മാത്രം ചെയ്യണം. ഇതൊക്കെ ദൈവസഭയിൽ പറയാൻ പാടുണ്ടോ, സുവിശേഷ പ്രസംഗത്തിൽ പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ സഭയിൽ പറയും. നമ്മുടെ കുഞ്ഞുങ്ങൾ അതുപോലെ വളരണം. സ്തോത്രമല്ല. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല കാര്യങ്ങളിലൊക്കെ, ഈ കാര്യങ്ങളിലൊക്കെ നല്ല സ്ട്രോങ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളിലൊക്കെ ദുബായിലും പല രാജ്യങ്ങളിലൊക്കെ പഠിച്ചു വന്ന് മനസ്സിലാക്കി കുടുംബത്തോട് വളരെ സ്നേഹത്തോട് അനുസരണയോട് നിൽക്കുന്ന പ്രാഗൽഭ്യമുള്ള കുഞ്ഞുങ്ങളായതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നതൊക്കെയും നമുക്ക് പറയണ്ടെങ്കിൽ കേൾക്കുന്ന വ്യക്തി പറയുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമില്ലാത്ത വാരി വലിച്ചുള്ള ഭക്ഷണങ്ങൾ കൊടുക്കരുത്. നിങ്ങൾക്കറിയാം, റോഡുകൾ പോയി നമ്മുടെ നാടുകൾ, ഇവിടെയല്ല നാടുകളിലുള്ളതായ പലവിധമാകുന്ന എണ്ണ പലഹാരങ്ങൾ ഒന്നിൽ കൂടുതൽ ദിവസങ്ങൾ, ആഴ്ചകളും വർഷങ്ങളോളമായിട്ട് അതിനെ ക്ലീൻ ചെയ്യാതെ റിവൈൻഡ് ചെയ്തിരിക്കുന്ന ആ എണ്ണയ്ക്കകത്തിട്ടിരിക്കുന്ന പലഹാരങ്ങൾ കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാകും. മൈദ പോലെയുള്ള ആഹാര സാധനങ്ങൾ കൂടുതൽ കഴിക്കരുത്, അത് ക്യാൻസറിന് കാരണമാകും. ദൈവസഭ തിരിച്ചറിയണം, നമ്മുടെ ശരീരം ദൈവത്താൽ സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവമക്കളൊക്കെ ഇതൊക്കെ ഏറ്റെടുക്കണം. ഹല്ലേലൂയ. ഒരു തീരുമാനമുണ്ട്, കർത്താവേ, ദൈവത്തിൻ്റെ മന്ദിരമായ എൻ്റെ ശരീരത്തെ ഞാൻ സൂക്ഷിക്കും. വല്ലപ്പോഴേക്ക് നമ്മൾ സന്തോഷിക്കുന്നതിനോടൊപ്പം നമ്മൾ എല്ലാ ദിവസവും സന്തോഷിക്കുവാൻ നാം അനുവദിക്കരുത്. നമ്മുടെ ഭക്ഷണ കാര്യങ്ങളിൽ ഹല്ലേലൂയ വളരെ നിയന്ത്രിതമായിരിക്കണം. സ്തോത്രം. ഇതിനൊക്കെ വ്യക്തിപരമായി നിങ്ങൾ ചോദിച്ചാൽ അതിൻ്റെ നിയന്ത്രിതമായ ചില കാര്യങ്ങളൊക്കെ പറയാം. എൻ്റെ ജീവിതത്തിൽ നിയന്ത്രണം വന്ന ശേഷമുള്ള മാറ്റങ്ങളൊക്കെ ഞാൻ ഈ ദിവസം അനുഭവിക്കുന്ന വ്യക്തിയാണ്. സ്തോത്രം. അതുപോലെ തന്നെ അത് 1-ാമത്തെ റീസണാണ്, സൂക്ഷ്മതയില്ലായ്മ. 2-ാമത്തെ റീസൺ പരിജ്ഞാനമില്ലായ്മ. ഈ ദൈവദാസൻ വ്യക്തമായി ഇന്ന് പകൽക്കാലം പറഞ്ഞു. പരിജ്ഞാനം വേറെ, അറിവ് വേറെ. അറിവ് മാത്രം പോരാ, പരിജ്ഞാനം വേണം. പരിജ്ഞാനമില്ലായ്മ. എന്താണ് പരിജ്ഞാനമില്ലായ്മ? 1, ഫാമിലി മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻസ് ആണ്. കുടുംബ മാനേജ്മെന്റ്, അതിലൊരുപാട് കാര്യങ്ങൾ ദൈവദാസനോടെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ദിവസങ്ങൾ പഠിക്കുന്നു. ഫാമിലി മാനേജ്മെന്റ്, കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നാം എങ്ങനെയായിരിക്കണം, ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിത നിലവാരങ്ങൾ എങ്ങനെയായിരിക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ച ആവർത്തിക്കും, എന്നാലും ഞാൻ ഒറ്റ വാക്ക് ഈ ദൂത് പുതിയതായി കേൾക്കുന്നവരോട് കൂടെ ഒരൊറ്റ കാര്യം പറയുന്നു. ദൈവവചനത്തിൽ പറഞ്ഞ ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ, ജഡത്തിൻ്റെ വിത്തുകൾ, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ദ്വന്ദ്വവശം, അസൂയ, ഇങ്ങനെ ഉളവാകുന്ന ഒരു കാര്യങ്ങളും കുടുംബത്തിനകത്ത് ഒരു കാരണവശാലും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെളിപ്പെടരുത്. ഫാമിലി മാനേജ്മെന്റ്, സ്നേഹത്തിൽ തൽപരരായിരിക്കണം. നന്നായി കുടുംബജീവിതത്തെ പരിപാലിക്കുന്നവരായിരിക്കണം. കുടുംബജീവിതത്തിൽ പരാജയമുണ്ടെങ്കിൽ അഭിഷിക്തരെ ദൈവദാസന്റെ മുഖമേ നിന്ന് ദൈവത്താൽ പ്രാർത്ഥിച്ച് അതിനകത്ത് പരിഹാരം കാണണം. നിങ്ങൾക്കത് ക്ഷീണമെന്ന് തോന്നരുത്. ദൈവദാസൻ ഷെയർ ചെയ്യണം, കർത്താവിന്റെ ദാസനെ
എന്റെ വിഷയം ഇതാണ്, എന്റെ കുടുംബത്തിന്റെ വിഷയം ഇതാണ്. ഭവനത്തിലെ ഭാര്യ ഭർത്തൃ ബന്ധത്തിനകത്തുണ്ടാവുന്ന വിഷയങ്ങൾ സ്നേഹിക്കുവാൻ കഴിയാതെ, പുറത്തു പറയുവാൻ പോലും സമൂഹത്തിന് മുമ്പിൽ നാണക്കേട് തോന്നുന്ന പല വിഷയങ്ങളുണ്ട്. പക്ഷേ അഭിഷിക്തരായ, യോഗ്യരായ, കുടുംബ വിഷയങ്ങൾ ഇടുമ്പോൾ വളരെ ഇമ്പോർട്ടൻസ് ആണ്. യോഗ്യരായ, നിങ്ങളുടെ വിഷയങ്ങൾ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്ന, രഹസ്യം സൂക്ഷിക്കുന്ന നിങ്ങളുടെ ഒരു ആത്മീക പിതാവിനോട് ഷെയർ ചെയ്തിരിക്കണം. അവർ നിങ്ങൾക്കുണ്ട് ആലോചനകൾ, പ്രാർത്ഥനകൾ, നിങ്ങൾക്ക് സപ്പോർട്ടും ഉണ്ടായിരിക്കും. ഇതിനോടൊപ്പം ഒരു കാര്യം, ഒരു ആത്മീക പിതാവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. ഒരു ആത്മീക പിതാവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉണ്ടായിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ഒന്ന്, ഫാമിലി മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻസ് ആണ്. രണ്ടാമത്തെ കാര്യം, മോറൽ ലൈഫിൽ ഒരു മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം. നമ്മുടെ ധാർമ്മിക മൂല്യം വർദ്ധിക്കുന്ന നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ നോട്ടങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഇടപെടലുകൾ, നമ്മൾ ജോലി ചെയ്യുന്ന ഇടപെടലുകൾ, അവിടെ ദൈവം പറയുന്നു, നിങ്ങൾ യെരൂശലേമിൽ, യഹൂദിയയിലൊക്കെ എന്ത് ചെയ്യണം? സാക്ഷിയായി ദൈവസന്നിധിയിൽ നിൽക്കണം, സാക്ഷ്യത്തോടെ ജീവിക്കണം. നമ്മുടെ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, മൊറാലിറ്റി ലൈഫിൽ ഒരുപാട് മാറ്റം ഉണ്ടാകണം. ഭാര്യ ഭർത്തൃ ബന്ധത്തിനകത്ത് ദൈവഹിതപ്രകാരമില്ലാത്ത ഒരു വിഷയങ്ങളിൽ കുടുംബങ്ങളിൽ ഏർപ്പെടരുത്. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അപ്പനും അമ്മയും ഇത്രത്തോളം വളർത്തുവാൻ നിങ്ങൾക്ക് ദൈവഭാഗ്യം, അതെ, പിതാവിനും മാതാവിനും ലഭ്യമായിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സ്വാതന്ത്ര്യം കൂടെയാണ്. നിങ്ങൾക്ക് വേണ്ടുന്നുള്ള സകല കാര്യങ്ങൾ കരുതുവാൻ അവർക്ക് ഇഷ്ടപ്പെട്ട, അവരുടെ മനസ്സിൽ ആത്മീകത്തിലും ഭൗതികത്തിലും വിഷമം വരാത്ത രീതിയിൽ ജീവിത നിലവാരവും വിവാഹ ജീവിതം ഉൾപ്പെടെ ആശ്വാസമാകുന്ന രീതിയിൽ പരിജ്ഞാനത്തോടെ, വിവേകത്തോടെ ഇടപെടുവാൻ ദൈവാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുമാത്രമല്ല, മണി മാനേജ്മെന്റ്, ഞാൻ പറയുന്നു, വളരെ ഇമ്പോർട്ടൻ്റ്. എൻ്റെ ജീവിതത്തിൽ പരാജയപ്പെട്ട ഒരു ഭാഗമാണ് മണി മാനേജ്മെന്റ്. സ്തോത്രം. പലപ്പോഴും ഈ വിഷയങ്ങളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ആവർത്തനമായി തോന്നേണ്ട പ്രിയപ്പെട്ട ജോൺസൺ പാസ്റ്റർ എനിക്ക് വേണ്ടിയുള്ളതായ ഒരുപാട് ഉപദേശങ്ങൾ ഇതിലൊക്കെ എനിക്ക് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു. സ്തോത്രം. നിങ്ങൾക്ക് മണി മാനേജ്മെന്റ് ഇല്ല എങ്കിൽ ദയവായി അഭിഷിക്തരായ ദൈവദാസന്റെ മുമ്പിൽ കൗൺസിലിംഗ് കൂടണം. നിങ്ങളത് ചെയ്യണം, ദൈവമക്കൾ ചെയ്യണം. ഇതൊക്കെ ജീവിതത്തിലെ പരാജയത്തിന് കാരണമാണ്. സൂക്ഷ്മതയില്ലായ്മ, ഹല്ലേലൂയ, പരിജ്ഞാനമില്ലായ്മ നമ്മുടെ ജീവിതത്തിൽ വരരുത്. ഞാൻ ഒരു ദിവസം യുവജനക്കാർക്കും മറ്റുള്ളവർക്കും വേണ്ടി ഈ ഒരു വിഷയം ഞാൻ ഏറ്റെടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മണി മാനേജ്മെന്റ്. അതിൽ അഭിഷിക്തരായ ഒരു ദൈവദാസനുണ്ട്, എനിക്കറിയാം, നാട്ടിൽ. പ്രിയപ്പെട്ട സാർ നന്നായി ഇതിൻ്റെ വിഷയങ്ങൾ ക്ലാസ് എടുക്കുന്ന മനുഷ്യനാണ്. ആഗ്രഹമുണ്ടെങ്കിൽ, കുറച്ച് പേരുണ്ടെങ്കിൽ നമുക്ക് ആ ക്ലാസ് ഒക്കെ എടുക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്താണ്? ഒന്ന്, സൂക്ഷ്മതയില്ലായ്മ. രണ്ട്, പരിജ്ഞാനമില്ലായ്മ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ കാരണമാണ്. മൂന്നാമത്തെ കാര്യം, തിന്മ പ്രവർത്തികളിലൂടെ പോകുന്ന പോക്ക്. അത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. ദൈവവുമായിട്ട് കണക്റ്റാണ്. ഇത് മറ്റൊക്കെ മനുഷ്യനും കൂടെ കണക്ഷനാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. നമുക്കൊന്ന് ചില വാക്യം കൂടെ ഇനി ദൈവത്തിലേക്ക് നമുക്കൊന്ന് വരാം. മീഖായുടെ പ്രവചനം 6-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിച്ചാട്ടെ. മീഖ 6-ാം അധ്യായം 13-ാം വാക്യം. ഞാൻ നിന്നെ കഠിനമായി ദണ്ഡിപ്പിക്കും, നിന്റെ പാപങ്ങൾ നിമിത്തം നിന്നെ ശൂന്യമാക്കും. ഇവിടെ ശ്രദ്ധയോടെ കേൾക്കണം. ആകയാൽ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും? കഠിനമായി ദണ്ഡിപ്പിക്കും. കഠിനമായി. ഇതാരാ പറയുന്നത്? കർത്താവ് ദൈവം തമ്പുരാനാ പറയുന്നേ. തിന്മ പ്രവർത്തികൾ ജീവിതത്തിൽ കടന്നു വന്നാൽ നടക്കുന്ന കാര്യം ദൈവം പറഞ്ഞു, ഞാൻ കഠിനമായിട്ടുള്ള ചില വിഷയങ്ങളിലൂടെ നിന്നെ കഠിനമാക്കി എന്ത് ചെയ്യും? ദണ്ഡിപ്പിക്കും. ശാരീരികമായി, മാനസികപരമായി, സാമ്പത്തികപരമായി ചില ദണ്ഡനങ്ങൾ വരുന്നുവെങ്കിൽ ഇവിടെ പറയും, തിന്മ പ്രവർത്തികൾ ജീവിതത്തിൽ കടന്നു വരരുത്. അടുത്ത വാക്യം, നിന്റെ പാപങ്ങൾ നിമിത്തം നിന്നെ ശൂന്യമാക്കും. നിന്റെ പാപനിമിത്തം ശൂന്യത വരുത്തും. പാപം നിന്നെ ശൂന്യതയെ കൊണ്ടെത്തിക്കും. നീ ഇന്ന് എത്ര തന്നെ ഉയർന്നു നിൽക്കുന്ന മനുഷ്യനെന്ന് പറഞ്ഞാലും, എത്ര തന്നെ നല്ല വിദ്യാഭ്യാസമുണ്ടെന്ന് പറഞ്ഞാലും, എത്ര തന്നെ നീ ഉന്നതി നിൽക്കുന്ന മനുഷ്യനെന്ന് പറഞ്ഞാലും, ദൈവവചനം പറയും, നിന്നെ ഞാൻ ശൂന്യമാക്കും. നിന്റെ മേൽ പാപത്തെ പുറത്ത് കളയുവാൻ കഴിയാതെ ആത്മീക ഫലങ്ങൾ നിന്റെ മേൽ വരാതിരുന്നാൽ, ദൈവവചനം പറയുന്നു, ഞാനല്ല പറയുന്നേ, നിന്നെ ശൂന്യമാക്കും.
നമ്മൾ കഴിഞ്ഞ വായിക്കേണ്ട വചനത്തിൽ 2-3 വേദഭാഗങ്ങൾ വായിച്ചു. യോവേൽ പ്രവചനത്തിലും യെശയ്യാവിൻ്റെ പ്രവചനത്തിലും ഏദൻ പറ്റി പറയുന്ന ഭാഗമുണ്ട്. ഒന്നാമത്തെ എന്താണ്? പകുതി ശൂന്യത, പകുതി ഏദൻ. മുൻപിൽ ഏദൻ, ബാക്കിൽ മരുഭൂമി. അടുത്ത വാക്യത്തെ എന്താ വായിച്ചത്? പൂർണ്ണമായി മരുഭൂമി. ഒരു ഏദന്റെ അനുഭവമില്ല. പക്ഷെ കർത്താവ് അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത്. പൂർണ്ണമായി ഏദേൻ തോട്ടത്തിൽ അനുഭവത്തിലാകണം. ഇവിടെ പറയുന്നു, ഞാൻ അവനെ ശൂന്യമാക്കും. ഇന്ന് പകൽക്കാലം കുടുംബത്തിനകത്തോ വ്യക്തിപരമായിട്ടോ സാമ്പത്തികപരമായിട്ടോ ശാരീരികപരമായിട്ടോ, ഇത് നിങ്ങൾ മരിച്ചുപോയി അപ്പൻ്റെ നാട്ടിൽ പോയി വരുന്ന അഭിഷേകത്തിൻ്റെ കാര്യമല്ല ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ഭൂമി ജീവിക്കുമ്പോൾ നിങ്ങളൊന്ന് വിശ്വസിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്ത് കഷ്ടത അനുഭവിച്ചിട്ട് കർത്താവിൻ്റെ നാട്ടിൽ പോയ കർത്താവിന് ഒരു പ്രശ്നവുമില്ല. നമുക്ക് ദൈവം തന്ന ദാനവും ദൈവം തന്ന കഷ്ടതയൊക്കെ അനുഭവിച്ചിട്ടൊക്കെ പോകാം. പക്ഷേ ആ കഷ്ടതയിൽ നിന്ന് പുറത്തു ഒരു സൊല്യൂഷൻ കർത്താവ് നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ട്രൈ ചെയ്തൂടെ? ഇവിടെ പറയുന്നു, നിന്റെ ശൂന്യതയ്ക്ക് കാരണം പാപമാണ്. പാപം എന്താ? ആത്മീക ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ കഴിയാതെ ജഡത്തിന്റെ സ്വഭാവം നിന്റെ മേൽ കടന്നുകൂടി. ഷിയാപ്രവചനം പറയുന്നു, നിന്റെ അകൃത്യങ്ങൾ അത്രേ ദൈവത്തെയും നിന്നെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. പാപത്തിന്റെ അർത്ഥം എന്താ? ഹമാഷിയ, ലക്ഷ്യം തെറ്റിക്കുക. നിന്നെ വിളിച്ച ലക്ഷ്യത്തെ മറികടന്ന് ഒരു ദൈവമകനായി ജീവിക്കേണ്ട നീ പാപത്തിലടിമയായി ആദ്യകാലം കൊണ്ട് മരവിപ്പ് പോലും നഷ്ടപ്പെട്ടിട്ട് ആ മനസാക്ഷിക്കകത്തുള്ള കുറ്റബോധം നഷ്ടപ്പെട്ട് നാളുകളായില്ലേ? യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നിന്റെ മേൽ കാത്തിരിക്കുന്നത് ശൂന്യതയാണെന്ന് മറന്നു പോകരുതേ. ഇന്ന് നീ ഒരുപക്ഷെ നിന്റെ നന്മയിൽ നീ പ്രശംസിക്കുന്നു, പക്ഷേ നിന്റെ ബാക്കിൽ ഒരു ശൂന്യത കടന്നു വരുന്നുണ്ട്. ഇവിടെ പറയുന്ന, നിന്റെ പാപനിമിത്തം ഞാൻ നിന്നെ പൂർണ്ണമായി ശൂന്യമാക്കും. പക്ഷെ ഒരു കാര്യം ശൂന്യം എന്ന് പറഞ്ഞാലും ദൈവം നിന്നെ വിടത്തില്ല കേട്ടോ. ഇവിടെ ഒന്നാമത്തെ വായിക്കേണ്ട ഉൽപ്പത്തി ദിവസം 1-ാം വാക്യം എന്താ പറഞ്ഞത്? ആദ്യം ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു, ഭൂമി പാഴായി ശൂന്യമായിരുന്നു. പക്ഷേ അവിടെ പറയുന്നൊരു ഭാഗമാണ്, പാഴ് ശൂന്യമായി പോയ ഭൂമിയെ ദൈവം എന്ത് ചെയ്തില്ല? കൈവിട്ടില്ല. അതിനെന്ത് ചെയ്തു? ദൈവം റീക്രിയേറ്റ് ചെയ്തു. കർത്താവ് നമ്മെ റീക്രിയേറ്റ് ചെയ്യുന്ന ദൈവമാണ്. ഒന്ന് സമർപ്പിച്ച്. ഇപ്പോൾ ദൈവമക്കളെ, ദൈവം ഓരോ വ്യക്തി പറയും, നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ സ്വഭാവമായിരിക്കാം, ചിലരോടുള്ള ദേഷ്യമായിരിക്കാം, ചിലരോടുള്ള നിരാശയായിരിക്കാം, ചിലരോടുള്ള വിദ്വേഷമായിരിക്കാം, ചിലപ്പോൾ അവർ ചെയ്ത തെറ്റായിരിക്കാം. പക്ഷേ അതൊന്ന് വിട്ടുകളഞ്ഞാൽ ആ ശൂന്യത മാറുമെന്ന് നിങ്ങൾ അറിഞ്ഞാൽ വിട്ടുകൊടുക്കണം. നമ്മുടെ മനസ്സിനെ വിട്ടുകൊടുക്കണം. ഇവിടെ പറയുന്നു, ശൂന്യതയാണ് അതിന് കാരണം. ദൈവം 1-ാം അധ്യായത്തിൽ 30 ദിവസം പറയുന്നു, പാഴി ശൂന്യമായി പോയതിനെയും അത് പൂർണ്ണമായി നശിച്ചു പോകാത്തതിന് കാരണം 3-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ, ദൈവാത്മാവിൻ്റെ പ്രവർത്തനം എവിടെയൊക്കെ ഉണ്ടായത് കൊണ്ടാണ് ഇന്ന് നീ പാപിയായിട്ടും ദൈവത്തിന് മുമ്പിൽ ജീവിക്കേണ്ട താങ്കൾ ദൈവഹിതമില്ലാത്തത് കാണുമ്പോഴും ദൈവഹിതമില്ലാത്തത് ആസ്വദിക്കുമ്പോഴും, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ദൈവഹിതപ്രകാരമുള്ള ആസ്വാദനങ്ങൾ, കർണരസമാകുമാറുള്ള ആസ്വാദനങ്ങൾ യേശുവിന്റെ നാമത്തിൽ പാപത്തിന്റെ ശൂന്യതയിട്ട് ദൈവ കുടുംബത്തിനകത്തുണ്ടെങ്കിൽ ഇന്ന് ഓർത്തണം, നിന്റെ അന്ത്യം കാത്തിരിക്കുന്നത് ശൂന്യതയാണ്. നിന്നെ ശൂന്യമാക്കും. ഇത് ഞാനല്ല പറയുന്ന, വചനമാ പറയുന്നേ. ഞാൻ ഇവിടെ ശാപത്തിന്റെ വാക്കുകളല്ല പറയുന്ന, ശൂന്യത നിന്ന് പുറത്തു വരാനാ. ദൈവവചനം പറയുന്നു, ദൈവം തമ്പുരാന്റെ പ്രവൃത്തി അതിനകത്തുണ്ടായിരുന്നത് കൊണ്ട് പാഴും ശൂന്യമായി പോയ ഭൂമി പൂർണ്ണമായി നശിച്ചു പോയില്ല. ആരുടെയോ കണ്ണുനീരിന്റെ ഫലമാ ഇന്ന് നീ നിൽക്കുന്നേ. ആരുടെയോ നിലവിളിയുടെ,
ആരുടെയോ പ്രാർത്ഥനയുടെ, ആരുടെയോ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലുള്ള ചില പ്രത്യേകമായ ചില പ്രൊട്ടക്ഷൻ മുഖാന്തരമാണ് ഇന്ന് നമ്മൾ പലപ്പോഴും പാപികളായിട്ട് നിൽക്കുന്നതിന് കാരണം. എന്നും ആ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ എന്ത് ചെയ്യാണ്? ദൈവം റീക്രിയേറ്റ് ചെയ്യുന്ന ദൈവമാണ്. ഇവിടെ പറയുന്ന ആ വാക്യം വായിച്ച അടുത്ത വാക്യം, പാപത്തെ കൊണ്ട് ശൂന്യമാക്കും. അടുത്ത വാക്യം മീഖായുടെ പ്രവചനം 6-13 വാക്യം. നീ ഭക്ഷിക്കും, തൃപ്തി വരികയില്ല, വിശപ്പടങ്ങുകയില്ല, നീ നീക്കിവെക്കും, ഒന്നും സ്വരൂപിക്കയില്ല താനും. ഇതൊക്കെയല്ലേ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഇതൊക്കെയല്ലേ നമ്മുടെ ജീവിതം സംഭവിക്കുന്നേ? ഇതിനൊക്കെ രക്ഷപ്പെടി ഈ ദിവസങ്ങൾ നമ്മുടെ സഭ ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. ദേവദാസ് എന്ന് പറഞ്ഞ പോലെ ചില ശൂന്യതകൾ മാറും, നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറും, നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറും. നമുക്ക് ദൈവം അനുഗ്രഹിക്കേണ്ട ഭവനങ്ങൾ നൽകും. ഈ ലോകത്തിൽ സ്തുതിയോടുകൂടി ദൈവസന്നിധിയിൽ വിശ്വസ്ത നിൽക്കാൻ ഭാഗ്യം നൽകും. അതാ ഏറ്റവും വളരെ ഇമ്പോർട്ടൻസ്. ഹല്ലേലൂയ. അതുമാത്രമല്ല, ഒരു വാക്യം കൊണ്ട് നമുക്ക് വായിക്കാം. യെശയ്യാവിൻ്റെ പ്രവചനം 59-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് വായിച്ചു. ഇതിൽ വളരെ ഇമ്പോർട്ടൻസ്. കാരണം നമ്മൾ പലപ്പോഴും 59-ാമത്തെ വാക്യത്തിൽ 1-ാമത്തെ വാക്യം വളരെ ശക്തമായി നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന വിഷയമാണ്, ശക്തമായി ദൂത് പറയുന്ന വിഷയമാണ്. പക്ഷെ എങ്കിലും അതിനകത്തുള്ള ചില വിഷയങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. വായിച്ചു നോക്കാം. രക്ഷിപ്പാൻ കഴിയാതെ യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. വായിച്ച് 10 വരെ വായിച്ചേ. കേൾപ്പാൻ കഴിയാതെ അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ടും നിങ്ങളുടെ വിരലുകൾ അകൃത്യം കൊണ്ടും മലിനമായിരിക്കുന്നു. നിങ്ങളുടെ ആദരങ്ങൾ ഭോഷ്ക് സംസാരിക്കുന്നു. നിങ്ങളുടെ നാവ് നീതികേട് ജപിക്കുന്നു. ഒരുത്തരും നീതിയോടെ വ്യവഹരിക്കുന്നില്ല, ഒരുത്തരും സത്യത്തോടെ പ്രതിപാദിക്കുന്നതുമില്ല. അവർ വ്യാജത്തിൽ ആശ്രയിച്ച് ഭോഷ്ക് സംസാരിക്കുന്നു. അവർ കഷ്ടത്തെ ഗർഭം ധരിച്ച് നീതികേടിനെ പ്രസവിക്കുന്നു. അവർ അണലിമുട്ട പൊരുന്നുകയും ചിലന്തിവല നെയ്യുകയും ചെയ്യുന്നു. ആ മുട്ട തിരുന്നവൻ മരിക്കും. പൊട്ടിച്ചാൽ അണലി പുറത്തു വരുന്നു. അവർ നെയ്തത് വസ്ത്രത്തിന് കൊള്ളുകയില്ല. അവരുടെ പണി അവർക്ക് പുതപ്പാകുകയുമില്ല. അവരുടെ പ്രവൃത്തികൾ നീതികെട്ട പ്രവൃത്തികൾ. സാഹസ കർമ്മങ്ങൾ അവരുടെ കൈക്കലുണ്ട്. അവരുടെ കാൽ ദോഷത്തിനായി ഓടുന്നു. കുറ്റമില്ലാത്ത രക്തം ചിന്നുവാൻ അവൻ ബന്ധപ്പെടുന്നു. അവരുടെ നിരൂപണങ്ങൾ അന്യായ നിരൂപണങ്ങളാകുന്നു. ശൂന്യവും നാശവും അവരുടെ പാതകളിൽ ഉണ്ട്. മതി, ശ്രദ്ധയോടെ കേൾക്കണം. ഈ ഭാഗങ്ങൾ 1 മുതൽ 10 വരെ വായിക്കണം. ഇവിടെയൊക്കെ പറയുന്നത് ഞാൻ പറയുന്ന ഷിജുകുമാറിന്റെ വാക്യമല്ല. കർത്താവ് ദൈവം തമ്പുരാൻ രക്ഷിപ്പാൻ കഴിയാതെ യഹോവയുടെ കൈ കുറുകിയിട്ടില്ല എന്ന് പറഞ്ഞ അതേ ദൂതിന്റെ താഴെ പറയുകയാണ്, ചില പാവങ്ങളാണ് അവിടെ ശൂന്യതയ്ക്ക് കാരണം. ഇങ്ങനെ ശൂന്യത അനുഭവിക്കുന്ന പാപത്തിനടിമയായ ദൈവജനങ്ങൾക്ക് വേണ്ടിയോ ലോകജാതിക്കോ നീ ജാഗരിക്കരുത്. ദൈവം നീതിയുള്ള ദൈവമാണ്. അവർക്ക് ചില മാറ്റങ്ങൾ സംഭവിക്കും, നിങ്ങൾക്ക് പലതും ഭവിക്കേണ്ടി വരും. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. ഇതിന് കാരണങ്ങൾ തുറന്നുള്ള ഭാഗങ്ങളുണ്ട്. ശാപങ്ങൾ, മന്ത്രവാദ എതിർവിധങ്ങളൊക്കെ ഉണ്ട്. ചില ഭാഗങ്ങൾ അടുത്ത ആഴ്ച സമയം കിട്ടുന്നത്തോളം നമുക്ക് പറയാം. പതുക്കെ ദൈവജനം തിരിച്ചറിയണമെങ്കിലും ഇന്ന് പകൽക്കാലം കേട്ട വചനങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവാത്മാവ് പറയാത്ത വിഷയങ്ങൾ ഇടപെടരുത്. ആവശ്യമില്ലാത്ത ഏതെങ്കിലും വിഷയം ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നിമിഷം കണ്ണുകൾ മൂടി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് പകൽക്കാലം കേൾക്കപ്പെട്ടവൻ നമ്മെ തന്നെ സമർപ്പിച്ച് ഒറ്റ വചനമാണ് ഇന്ന് പകൽക്കാലം വായിച്ച് കേൾക്കുവാനിടയായി തീർന്നത്. കർത്താവ് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ വ്യക്തിമണ്ഡലം നമ്മുടെ സഭയെയും നമ്മുടെ ഭവനങ്ങളൊക്കെ ഏതേം തോട്ടമാക്കും. നിശ്ചയമായി സ്തുതിക്കുന്ന ഒരു കൂട്ടം ജനം ഉണ്ടായാൽ മാത്രം മതി. നമ്മളെല്ലാ സമയത്തും സ്തുതിക്കണം. ഞാൻ യഹോവ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവുമേലിരിക്കും. നമ്മൾ സ്തുതിച്ച് കരയേറുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള സകലതും തകർന്നു പോകാനിടയത്തിൽ. പക്ഷേ അതിനോടൊപ്പം ദൈവജനം തിരിച്ചറിയേണ്ട ഒരു വിഷയം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊരു വിഷയം വന്നാൽ അതിൻ്റെ കാരണം കണ്ടുപിടിക്കും. പല കാരണങ്ങളാണ് ഇന്ന് പൽക്കാലം പറയുവാനിടയായി തീർന്നത്. വളരെ അല്പനേരം വളരെ ശോകമായി കേട്ടുവെങ്കിലും നിങ്ങൾക്ക് വളരെ ആത്മീയപരമായി മനസ്സിലാകേണ്ട വിഷയമാണ്. പല കുടുംബങ്ങളും ഇങ്ങനെയുള്ള ചില ശാപത്തിന് അർഹനായിട്ടുണ്ട്. ദൈവം അടിച്ചിട്ട കേസിനെ നമ്മൾ പിടിച്ച് അതിന് വയ്ക്കണമെങ്കിൽ അവരോട് മാനസാന്തരപ്പെടാൻ വേണ്ടി പറയണം, അവരെ സുവിശേഷം പറയണം, അവർ കർത്താവിലേക്ക് നയിക്കണം, അവർക്ക് വേണ്ടി മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കണം, അവരുടെ വിടുതനായി പ്രാർത്ഥിക്കരുത്. ചിലപ്പോൾ പെട്ടെന്ന് ചില വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ടി വരും. അപ്പോഴും പ്രാർത്ഥിക്കേണ്ട, കർത്താവേ നിന്റെ നാമം അവന്റെ മേൽ വെളിപ്പെടണം.
കർത്താവേ, അവരുടെ പാപത്തുനിന്നൊരു മാറ്റം വരണം. അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കണം. ദൈവത്തോട് അടുക്കാൻ ഭാഗ്യം കൊടുക്കണം. കർത്താവേ, ദൈവം അവനെ തൊടണം. അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടിയല്ല, അവരുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കണം. ഞാൻ പറയുന്നു, അവരുടെ ജീവിതത്തിനകത്ത് മാനസാന്തരം സംഭവിച്ചാൽ മതി, ബാക്കിയെല്ലാം അതിനോട് സംഭവിക്കും. ആദ്യം നിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ സർവ്വ ലഭ്യമാകും. ഇങ്ങനെയുള്ള ചില ശാപങ്ങൾ, ഏതെങ്കിലും വിധത്തിലുള്ളതായ ശാപങ്ങൾ നമ്മുടെ കുടുംബത്തിന്മേലോ ഏതെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ, അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുടെ വിശ്വസ്തരായ ദൈവസന്നിധി നിലനിൽക്കുന്ന സാക്ഷ്യമുള്ള പ്രാഗൽഭ്യത്തോടെ നിൽക്കുന്ന ദൈവദാസന്മാരുടെ മുമ്പിൽ ഈ വിഷയങ്ങളെ സമർപ്പിച്ച് അവരോട് പ്രാർത്ഥിക്കുകയും, അതുമാത്രമല്ല അവർ പറയുന്ന പോലെ നിങ്ങൾ സ്വയമായ വിഷയത്തിനോട് ഉപസിക്കുകയോ പ്രാർത്ഥിക്കുകയോ വേണ്ട. അവർ പറയുന്ന പ്രകാരം, വചനപ്രകാരം എന്ത് ചെയ്യണമെന്ന് പറയും, അതനുസരിച്ച് സ്തുതിച്ച് നിങ്ങളുടെ മുമ്പിൽ ദൈവസാന്നിധ്യം വെളിപ്പെടട്ടെ. നിശ്ചയമായി കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നല്ലവനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി സ്തോത്രം. ഈ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിയേണ്ട ചില വിഷയങ്ങൾ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം നൽകിയല്ലോ കർത്താവെ. ഈ വചനത്താൽ ദൈവം ഞങ്ങൾ നിലനിർത്തണം. കർത്താവ് സഹായിക്കും. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനയാചനം കേട്ടവയ്ക്കായി സ്തോത്രം. ഈ സഭയിലുള്ള ദൈവരാശ്രയ കുടുംബം മാത്രമല്ല, വിശ്വാസികൾ കർത്താവ് മാത്രമല്ല, ഈ സൂമിലൂടെ വിവിധമായ മാധ്യമങ്ങളുടെ ദൈവജനം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, സഭകളുടെ മേൽ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു. ഒരു ഏതേൻ തോട്ടമായ കൃപയ്ക്കായി സ്തോത്രം. മരുഭൂമിയുടെ അനുഭവങ്ങൾ മാറി, മരുഭൂമിയുടെ വരണ്ട അനുഭവങ്ങൾ മാറി. കർത്താവേ, ശരീരങ്ങളുടെ മേൽ ദൈവസാന്നിധ്യം വെളിപ്പെടണം. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ കർത്താവേ, ശരീരങ്ങളുടെ മേൽ ഒരേതേൻ തോട്ടത്തിൻ്റെ അനുഭവത്തിന് വിരുദ്ധമായ സകല അനുഭവങ്ങൾ കർത്താവ് മാറ്റണം. കർത്താവ്, രോഗമിട്ട് പോരാട്ടമിട്ട് രോഗികളായി അല്ലെ വിവിധമായ പ്രശ്നങ്ങളുടെ പോരാട് ദൈവം ഈ ദിവസം സ്തുതിച്ച് അവരുടെ ജീവിതത്തിൽ ഒരു വിടുതലായി കൽപ്പിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവ് നിരന്തരമായിട്ടുള്ള നിലനിൽക്കുന്ന ഒരു കർത്താവേ, ഒരു വലിയ വിടുതൽ വ്യാപരിച്ച കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിനേക്കാളും അവരെ കൊണ്ട് സ്തുതിപ്പിച്ച് അവരിൽ നിന്നും ദൈവത്തിൽ നിന്നും ചിലത് മേടിച്ചെടുക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കർത്താവേ, ഈ ദിവസങ്ങൾ ഈ ദൈവം കേൾക്കുന്ന ഓരോരുത്തരും വ്യക്തിപരമായ ജീവിതത്തിൽ സ്തുതിക്കുന്നവരായി തീർന്ന്, വ്യക്തിപരമായ ദൈവവുമായുള്ള ബന്ധം സ്ഥിരതയുള്ളവരായി ദൈവസേന ഒരു ഏതേൻ തോട്ടമായി തീർന്ന കൃപയ്ക്കായി സ്തോത്രം. വ്യക്തിപരമായ ജീവിതം, ആത്മീക ജീവിതം, ഭവനം, കുടുംബം, ദേശം, കർത്താവേ, സഭ, ദൈവത്താൽ ഒരു ഏതേൻ തോട്ടമായി കൃപയ്ക്കായി സ്തോത്രം. സ്വർഗ്ഗം ഞങ്ങളുടെ പ്രാർത്ഥനകൾ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവദിവദാസം പറഞ്ഞാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.